If a spiritual guru is not in physical body, decides to appear in front of person, what does that mean? ഞാൻ എപ്പോഴും വിചാരിക്കട്ടോ എനിക്ക് കുറച്ചും കൂടി ഈ ജനറൽ പോപ്പുലേഷനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ചെയ്യണം. അപ്പം സാധാരണ ഇപ്പോൾ ഏതൊരു സ്പിരിച്വാലിറ്റിയെ കുറിച്ച് വലിയ ബന്ധമില്ലാത്ത ആൾക്കാർ ഇത് വീഡിയോ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ടൈപ്പ് വീഡിയോ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങളൊരു സ്പിരിച്വൽ ഗുരു അല്ലെങ്കിൽ അത്രയും ഒരു എൻലൈറ്റ്മെൻ്റ് ആയി അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ ഒക്കെ ഒരു ഇനീഷ്യേഷൻ ഫോർത്ത് സ്റ്റേജിൻ്റെ മുകളിലൊക്കെ ഉള്ള ഒരു ഗുരു ഒക്കെ ആണെങ്കിൽ ആ ഗുരുവിനെ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ആ ഗുരുവിൻ്റെ എനർജി കൂടെ ഉണ്ടാവും എന്നാണ് പറയാം. അത്രയും അത് നിങ്ങളുടെ സറണ്ടറിങ്, നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ, ഫെയ്ത്ത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ എനർജി വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ അത് നിങ്ങളൊരു പ്രാണിക്ക് നിങ്ങൾ കുറച്ച് എനർജി സെൻസിറ്റീവ് ആ ലെവലിലേക്ക് നിങ്ങൾ ഉയരുകയാണ്. കാരണം നമ്മൾ ഉയരണേ, നമ്മളങ്ങനെ ഉയരുകയാണെങ്കിൽ നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ബുദ്ധനാണെങ്കിൽ പോലും ബുദ്ധൻ്റെ ഫിസിക്കൽ ബോഡിയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ആ എനർജി, ആ ഒരു കോൺഷ്യസ്നെസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഭയങ്കര സറണ്ടർ ചെയ്തിട്ട് ആ ഒരു ആത്മാർത്ഥമായി നിങ്ങളൊരു വിളിച്ചാൽ ആ എനർജി വരും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അങ്ങനത്തെ, നമ്മൾ ഇൻവോക്കേഷൻ ചെയ്യുമ്പോൾ കൈ ഓപ്പൺ ആക്കി വെച്ചിട്ട് വിളിച്ച് കഴിഞ്ഞാൽ എനർജീൻ്റെ ഡൗൺ പോറിങ് സംഭവിക്കും. അപ്പോൾ അതാണ് സംഭവം. അപ്പം അതും ഞാൻ പറഞ്ഞല്ലോ, അതും ഈ ലെവൽ സ്പിരിച്വൽ പാതയിൽ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. അല്ലാത്തവർക്ക് വേറെ ഇതിൽ വിശ്വാസം, ഫെയ്ത്ത് എന്ന സംഭവം. അപ്പം നമ്മൾ നോക്കുക അന്ധവിശ്വാസമാകുമോ എന്ന് നോക്കുന്ന സമയത്താണ് പ്രാണിക്കിനി. കാരണം ആ ലെവലിലേക്ക് പോകുന്ന സമയത്താണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി, നിങ്ങൾക്കൊരു പവർഫുൾ. കാരണം നമ്മൾ ആ ലെവലിലേക്ക് ഇറങ്ങണം. അല്ലാണ്ട് നമ്മൾ എതിർത്തിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ കാര്യമില്ല.